എല്ലാ ജീവികൾക്കും പ്രേതമില്ല, അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും പ്രേതങ്ങളില്ല. നിങ്ങൾ പ്രേത സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് പ്രേതം ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനും നിങ്ങളും തല്ലിക്കൊന്നിട്ടുള്ള കൊതുകുകളുടെ എണ്ണം, ഈ തച്ചു വന്ന കൊതുകുകളെല്ലാം കൂടി പ്രേതമായിട്ട് വന്നാൽ നമുക്ക് കൊതു കുത്തി മരിക്കാനല്ലേ സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഒരു ജീവനെ കൊല്ലാനുള്ള കാരണത്തിൻ്റെ മോറൽ ജഡ്ജ്മെൻ്റാണ് ഈ പ്രേതം എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ബേസ്. എന്ന് വെച്ചാൽ മനസാക്ഷിക്കുത്ത് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു എലമെൻ്റ് അതിൽ വേണം, എന്തെങ്കിലും ഒരു അനീതി അല്ലെങ്കിൽ ഒരു അക്രമം. അതുമല്ലെങ്കിൽ രണ്ട് തരം പ്രേതങ്ങളാണ്. ഒന്ന് ഉപദ്രവിക്കപ്പെട്ടവൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള പ്രേതവും, രണ്ട് ഉപദ്രവിച്ചവൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള പ്രേതവും. ഒന്നുകിൽ പക തീർക്കാൻ വരുന്ന പ്രേതം, അല്ലെങ്കിൽ നീതി ചോദിച്ച് വരുന്ന പ്രേതം. ഈ രണ്ട് തരത്തിലാണല്ലോ നമ്മൾ പ്രേതങ്ങളെ കണ്ടിട്ടുള്ളത്. നല്ല ആൾക്കാർ മരിച്ചു വിടും. ഐൻസ്റ്റൈന് പ്രേതം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ വുഡ് റിയലി ലൈക്ക് ടു മീറ്റ് ഹിം. ഓർ കാൾ സേഗന്, അല്ലെങ്കിൽ ഓപ്പൺഹൈമർക്ക്, ഗാന്ധിക്ക് ഒക്കെ പ്രേതങ്ങളുണ്ടെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി വാണ്ട് ടു ടോക്ക് ടു ദം. ലൈക്ക് എന്തായിരുന്നു, ലൈക്ക് ഹൗ വാസ് എക്സ്പീരിയൻസ് എന്നുള്ളത്. പക്ഷെ ഓർക്കൊന്നും പ്രേതമുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല.